രവി എവിടെ? റൂമിലുണ്ട്. തീർച്ചയാണോ? തീർച്ച. വാ. റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. ചായ വേണമെന്ന് പറഞ്ഞപ്പോ ഞാനാ ചായ കൊണ്ട് കൊടുത്തത്. എന്നിട്ട് ആളെവിടെ? ചായ കുടിച്ചിട്ട് പറന്നു പോയ. രവി, 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 നീ എവിടെയാ? രവി, ഞാനിവിടെ ഉണ്ട്. നിനക്കെന്തോ ഒരു വെപ്രാളം പോലെ. കണ്ണുകൾ നിറയെ പേടിയാണല്ലോ. എന്താ സംഭവിച്ചത്? Raja, tell me, what happened? ഒന്നുമില്ല. That's a lie. രാജ, നീ കള്ളം പറയുമ്പോഴൊക്കെ എന്റെ മുഖത്ത് നോക്കാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറയ്, എന്താ സംഭവിച്ചത്? എന്താണ് കുഴപ്പം? പറയാൻ. രാജാറാം, നീ ഇങ്ങനെ നിന്നാൽ എനിക്കത് നോക്കി നിൽക്കാൻ പറ്റില്ല. പറയ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കതിനെ നേരിടാം. ഇവിടെ ഇങ്ങനെ പുറം ലോകമായിട്ട് എനിക്കൊരു കോണ്ടാക്ട് ഇല്ലാത്തോണ്ടാ നീ ഇങ്ങനെ ഭയപ്പെടുന്നു. ഇനി ഈ തടവ് ഇവിടെ അവസാനിപ്പിക്കാം. വന്നേ, നമ്മൾ ഉടനെ ഈ സ്ഥലം വിടുക. കമോൺ, ലെറ്റ്സ് ഗോ. നോ. ഒരിടത്തും പോകുന്നില്ല നീ. നാട്ടിലൊരു ചൊല്ലുണ്ട്, രാജാവ് അമ്പലത്തിൽ വന്നാലും പൂജാരിയാകാൻ പറ്റില്ല എന്ന്. നീ രാജാവാണ്, ഒരു കുഞ്ഞമ്പലത്തിലെ പൂജാരി അല്ല. രാജാ, വേണ്ട. നോക്കൂ രവി, 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരായിരുന്നു എന്ന് ഇപ്പൊ അധികം ആർക്കും അറിയില്ല. ചുറ്റുപാടുകൾ ഒരുപാട് മാറിപ്പോയി. നിനക്കിപ്പോ ഈ സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഉയർന്ന പദവി. നിന്നെ ആളുകൾ ബഹുമാനിക്കുന്നു. അതാണ് നീ മറക്കാൻ പാടില്ലാത്തത്. രാജാ, സമ്മതിക്കുന്നു. ഈ ലോകത്തിലെ ഒന്നിനെയും കൂസാതെ ചവിട്ടി മെതിച്ച് നടന്നിരുന്നൊരു ഭൂതകാലം നമുക്കുണ്ട്. ഒന്നിനും ഒരിക്കലും നമ്മളെ തടഞ്ഞു നിർത്താനും പറ്റില്ല. പക്ഷേ ആ പഴയതിലേക്ക് നീ തിരിച്ചുപോയാൽ സമൂഹത്തിൽ നിനക്ക് ലഭിച്ച നിലയും വിലയും അതോടെ അവസാനിക്കും. അതുകൊണ്ട് വേണ്ട. ഇപ്പൊ വേണ്ടത് എടുത്തുചാട്ടമല്ല, മറ്റു ചിലതാ. മറ്റു ചിലതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ഇവിടെ ഇനി മുനിയെ പോലെ തപസ്സിരിക്കണം. അതും എത്ര നാളത്തേക്ക്? വെറും കുറച്ചു ദിവസത്തേക്ക്. നോക്കു രവി, ഞാൻ നിന്റെ സംരക്ഷകനാ. നിന്റെ ജീവൻ കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കർത്തവ്യ. നീ ഒരു രാജാവാണെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചേ മതിയാവൂ. അതിന് കാരണം ഒന്ന് മാത്രമാണ്, നീ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. കുറച്ചു ദിവസത്തേക്കൂടി, വെറും കുറച്ചു ദിവസത്തേക്കൂടി എന്നെ എന്റെ ജോലി ചെയ്യാൻ നീ അനുവദിക്കണം. അനുവാദമില്ലാതെ നീ ഇവിടുന്ന് ചലിക്കാൻ പാടില്ല. വിശ്വാസം, നിനക്ക് എന്നിലുള്ള വിശ്വാസം.
ഉമ മാഡം, എനിക്കോ രഘുവർമ്മൻ സാറിനോ നമ്മുടെ പോളിസി മാറ്ററിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ലെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. ഒരു ഒപ്പീനിയൻ കിട്ടാൻ ഞാൻ രവിവർമ്മൻ സാറിന് ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും കിട്ടുന്നില്ല. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടെ, ഞാൻ തിരിച്ചു വിളിക്കാം. മാഡം, ആ ശരി മാഡം. ആ രാജാറാം സർ, രവിവർമ്മൻ സാറിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ. വാട്ട്സ് ഹാപ്പനിങ്? അല്ല, അതിന് സാർ ലണ്ടനിൽ എത്തിക്കഴിഞ്ഞല്ലോ. ഇനി എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ ഉണ്ട്. ചില ബേസിക് പോളിസി മാറ്റേഴ്സ്. സാറിന്റെ ഒപ്പീനിയൻ കിട്ടിയേ പറ്റൂ. പക്ഷേ സാറിന് ഫോണിൽ കിട്ടുന്നില്ല. അത് അവിടെ ബിസി ആയിരിക്കും. കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഫ്രീ ആകുമ്പോ സാറ് തന്നെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് വറി സാന്ദ്ര മാഡം, ഒരു പ്രശ്നമില്ല സാറിന്. എന്തോ ഈ സിറ്റുവേഷൻ എനിക്കങ്ങോട്ട് ഒട്ടും കംഫർട്ടബിൾ ആവുന്നില്ല രാജാറാം സർ. രവിവർമ്മൻ സർ ഒരു ദിവസം ഓഫീസിൽ ഇല്ലെങ്കിൽ എന്തൊക്കെ തലവേദനയാ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്നറിയാവോ? ചില സമയങ്ങളിൽ ആ രഘുവർമ്മൻ സാറിന് കോമൺ സെൻസ് പോയിട്ട് ഒരു സെൻസും വർക്ക് ചെയ്യുന്നില്ലെന്നതാ കഷ്ടം. നമ്മുടെ ബോസിന്റെ ബ്രദറായി പോയി. അല്ലെങ്കിൽ വലിച്ചേറി വല്ല കടലിലും കൊണ്ട് എറിയേണ്ട മുതലാത്. ഇപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ എങ്ങനെയാ മാഡം? രഘുവർമ്മ സാറ് ചാർജ് എടുത്ത് പണി തുടങ്ങിയതല്ലേ ഉള്ളൂ. ഏത് മനുഷ്യനും ഇംപ്രൂവ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കണ്ടേ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അയ്യോ, ഇനിയും വയ്യപ്പാ, നാമിച്ചു. ഈ രഘുവർമ്മൻ ആളെപ്പോ എങ്ങനെ എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് ദേവേന്ദ്രന് പോലും ഊഹിക്കാൻ പറ്റില്ല. സോ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്യാന്ന് പറഞ്ഞ തീയില് കാല് വെക്കുന്നത് പോലെയാ. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ മഹാഭാഗ്യം. മനസ്സിലായി മനസ്സിലായി. നമ്മുടെ ശ്രീലക്ഷ്മി മാഡത്തിന് ഇനി ആ തീയുടെ മുകളിലൂടെ നടക്കേണ്ടി വരുമെന്നർത്ഥം അല്ലേ? തീർച്ചയായും. അതാ എനിക്കൊരു ഡബിൾ സന്തോഷം. അല്ലെങ്കിൽ സാറൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്ക്, നമ്മുടെ സുന്ദരിക്കോത് ശ്രീലക്ഷ്മി മാഡം തീയിലൂടെ നടന്നു പോകുന്ന കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ? രസമൊക്കെ തന്നെ, പക്ഷേ സൂക്ഷിക്കണം മാഡം. അറിയില്ലേ ലങ്കാ ദഹനത്തിന്റെ കഥ? രാവണൻ ഹനുമാന്റെ വാലിൽ തുണിചുറ്റി തീ കൊളുത്തി വിട്ടപ്പോ കത്തി നശിച്ചത് രാവണന്റെ മുഴുവൻ സാമ്രാജ്യവുമാണ്. അതുകൊണ്ട് ചിലരെ മുറിവേൽപ്പിക്കുമ്പോഴും പൊള്ളലേൽപ്പിക്കുമ്പോഴും നമ്മളൊന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാ. അത് സ്വന്തം ജീവിതത്തിനെയും നശിപ്പിക്കുമോ എന്ന്, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധത്തിൽ. ഇതാണ് ആ ഫ്ലൈറ്റ് നമ്പർ. ഇത് തന്നെ. അങ്ങനെയാണെങ്കിൽ രവിവർമ്മൻ സാർ ലണ്ടനിൽ എത്തിയെന്ന് ഉറപ്പാ. സാർ ബിസി ആയിരിക്കും, അതാ ശ്രീലക്ഷ്മി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്. അതൊക്കെ ശരി തന്നെ. പക്ഷേ സാറിന് അവിടെ എത്തിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കായിരുന്നു. പാവ നമ്മുടെ ശ്രീലക്ഷ്മി. ശ്രീക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ പെണ്ണിന് സങ്കടം ഉണ്ടെങ്കിൽ നിനക്കെന്താടാ ചെയ്തം? നീയാണോ അവളുടെ തന്ത? അല്ലച്ചാ, രവിവർമ്മ സാർ ഇതുവരെയും അവളെ ഫോൺ വിളിച്ചില്ല. അതുകൊണ്ട് മാഡത്തിന് ഭയങ്കര സങ്കടം. അവളെ വാലിത്തൂക്കി നടക്കുന്ന നിങ്ങൾക്ക് അതിനേക്കാ സങ്കടം. വൃത്തികെട്ട ജന്മങ്ങള്. നോക്കി നിൽക്കാതെ അകത്തേറി പോടാ, വായി നോക്കി. എന്താടി നിന്റെ അടുത്തിന് പ്രത്യേകം പറയണോ ഞാൻ? വേണമെന്നില്ല, ഞാൻ പൊയ്ക്കോളാം. എന്താ ചേട്ടാ? എടി, ലണ്ടനിൽ നിന്ന് രവിവർമ്മന്റെ ഫോൺ വരാത്തോണ്ട് ഇവർക്കെന്താടി ഉറക്കമില്ലാത്തത്? രണ്ടിനെ ചട്ടുകം പിടിപ്പിച്ചു വെക്കേണ്ട സമയം കഴിഞ്ഞു. അല്ല, ചേട്ടൻ ഇന്നാൾ ആ പെണ്ണോ അയാളും കൂടി ഓട്ടോയിൽ കയറി പോണ ഫോട്ടോ എടുത്തു വെച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് അനക്കൊന്നുമില്ലല്ലോ. ഈ പാവം പിള്ളേരെ വിരട്ടുന്ന നേരത്ത് ആ ഫോട്ടോ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാത്ത എന്താ? അതിന് പറ്റിയ അവസരം വരട്ടെ പപ്പി.
നീ നോക്കിക്കോ, നമ്മുടെ ഒരു തുറപ്പ് ചീട്ടുണ്ടെങ്കിൽ അത് ഉടനെ ഇറക്കി കളിക്കാൻ പാടില്ല. ഓ ഞാൻ ആ പടക്കത്തിന് തീ കൊളുത്തുമ്പോ ഇവിടെ ചിലത് സംഭവിക്കുമെന്ന് ഉറപ്പാ. അതോടെ തീരും എല്ലാത്തിന്റെയും അഹങ്കാരവും ജാടയും. ഞാൻ ഇതിനൊരു സമയം കാത്തിരിക്കുക ഇവിടെ. അത് ഉടൻ വരുമെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ഉടൻ തന്നെ. പക്ഷേ നീ ഇതെപ്പോ വാങ്ങുന്നതാ പറയാത്തത്? ആ സമയം സാർ തന്നെ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ വാങ്ങിക്കോളാം. താങ്ക് യു. സർ, ഭക്ഷണത്തിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? ഒന്നും വേണ്ട, വെജിറ്റേറിയൻ മതി. ശരി സർ. വൺ മിനിറ്റ്. നിങ്ങൾ എനിക്ക് പരിചയമുണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് സർ. പണ്ടൊരു കോളേജിലെ ഫംഗ്ഷന് സാറിന് ID കാർഡ് ഇല്ലാത്തത് കൊണ്ട് അന്ന് ഓഡിറ്റോറിയത്തിൽ കയറാൻ അനുവദിച്ചില്ല. ഓ, അന്ന് ആളറിയാതെ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ സാറെന്നെ അഭിനന്ദിച്ചിരുന്നു. ഐ റിമെമ്പർ. ഇതിപ്പോ ഞാനൊരു സെക്യൂരിറ്റി സർവീസ് തുടങ്ങി സാർ. രാജാറാം സാർ ഞങ്ങളെ തേടി വന്ന് കണ്ടുപിടിച്ചതാ. ഓ, സാറിന്റെ കാര്യമാണെന്ന് അറിഞ്ഞപ്പോ ന്യൂ ഇയറിനുണ്ടായിരുന്ന മറ്റൊരു അസൈൻമെന്റ് മാറ്റിവെച്ചിട്ടാ ഞങ്ങൾ തേറ്റത്. ഓ, ഐ സി. താങ്ക്സ്. ശരിയപ്പോ കരുവാണ്. വാ.
എത്ര പെട്ടെന്നാണ് കാലങ്ങൾ കടന്നു പോകുന്നത്. ഇതായിപ്പോ വർഷാവസാനവുമായി. എനിക്കറിയാം ശ്രീലക്ഷ്മി എന്നിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ടെന്ന്. എനിക്കുമുണ്ട് ആഗ്രഹം അവളോട് അത് ഏറ്റുപറയാൻ. അത് മാത്രമല്ല, എന്റെ ജീവൻ രക്ഷിച്ചതിന് എനിക്ക് അവളോട് താങ്ക്സ് പറയണം. ഞാനിപ്പോ ലണ്ടനിലല്ല, അവളുടെ അടുത്ത് ഈ നഗരത്തിൽ തന്നെ ഉണ്ടെന്ന് അറിയിക്കണം. അതെല്ലാം പറയണമെങ്കിൽ അവളെ ഉടനെ നേരിട്ട് കണ്ടുമുട്ടിയേ പറ്റൂ. പക്ഷെ എങ്ങനെ? രാജാറാമും ഇവിടുത്തെ കാവൽക്കാരും അറിയാതെ എങ്ങനെ പുറത്തു കടക്കാൻ കഴിയും? എപ്പോ? എപ്പോൾ? Hello guys, can you spare 2 minutes please? രവിവർമ്മൻ സാറ് ലണ്ടനിൽ പോയതിനു ശേഷം ഓഫീസിന്റെ ചുമതല രഘുവർമ്മൻ സാറിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. സാറിന്റെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും രഘുവർമ്മൻ സാറിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തൽക്കാലം സാറിന്റെ ഓർഡർ എല്ലാവരും അനുസരിക്കുന്നു. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന വർക്കിൽ സാർ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാൽ അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. രവിവർമ്മൻ സാറിനെ പോലെ ക്ഷമിക്കില്ല രഘുവർമ്മൻ സാർ. സോ എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ? കേൾക്കുന്നില്ല, ഉറക്കെ. That's it. Now you can carry on your work. അല്ല, where's നന്ദൻ? അയാളെ കണ്ടില്ലല്ലോ. പുറത്തെവിടെ പോയി മാഡം? ആഹാ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓക്കെ, I'll call him. ഇത് നന്ദന്റെ ഫോണിന്റെ റിംഗ്ടോൺ അല്ലേ? ആണെന്ന് തോന്നുന്നു. ശ്രീലക്ഷ്മി, തന്റെ ക്യാബിനിൽ നിന്നാണല്ലോ ആ ബെല്ല് കേൾക്കുന്നത്. ശ്രീലക്ഷ്മി, തന്നോട് രവിവർമ്മൻ സാർ വാൺ ചെയ്തിരുന്നല്ലേ ഓഫീസിൽ ഫോൺ ഉപയോഗിക്കരുതെന്ന്? അറ്റ്ലീസ്റ്റ് അത് സൈലന്റ് ആക്കിയെങ്കിലും വെച്ചൂടെ? മൈ ഗോഡ്, വാട്ട് എ ടെറിബിൾ റിംഗ്ടോൺ. അല്പമെങ്കിലും കോമൺ സെൻസ് ഇല്ലല്ലോ ഒന്നിനും. മാഡം, ഇത് എന്റെ ഫോണല്ല, നന്ദന്റെ ഫോണാ. വാട്ട്? നന്ദന്റെ ഫോണോ? അതെ മാഡം. ഇതെങ്ങനെയോ എന്റെ ബാഗിനുള്ളിൽ വന്നതാ, ബൈ മിസ്റ്റേക്ക്. എന്ത് മിസ്റ്റേക്ക്? മറ്റൊരാളുടെ ഫോൺ എങ്ങനെയാ തന്റെ ബാഗിൽ വരുന്നത്? അപ്പൊ തന്റെ ഫോൺ എവിടെ? അത് കാണുന്നില്ല. ബെസ്റ്റ്, ഞാനൊന്നും പറയുന്നില്ല.
ഓക്കെ ഗൈസ്, യു ക്യാരി ഓൺ. ജോലി നടക്കട്ടെ. നന്ദന്റെ ഫോൺ ശ്രീലക്ഷ്മിയുടെ ബാഗിൽ എങ്ങനെ വന്നു? ഇപ്പോഴത്തെ ലവേഴ്സ് ഇങ്ങനെയാ മാഡം. അതെ, പണ്ടത്തെ പോലെ ലവ് ലെറ്റേഴ്സ് കൈമാറുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയപ്പോ ഇതുപോലത്തെ കോസ്റ്റ്ലി ഐറ്റംസാ കൈമാറുന്നത്. ഫോൺ, ഡയമണ്ട്സ്, ലക്ഷറി കാർസ്, ഫ്ലാറ്റ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് മാഡം. മാഡത്തിന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞതുകൊണ്ടാ ഇതൊന്നും അറിയാത്തത്. ഏയ്, അവരങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നന്ദനും ശ്രീലക്ഷ്മിയും ലവേഴ്സ് ഒന്നുമല്ല, ജസ്റ്റ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. മാഡം നോക്കിയോളൂ, കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ യഥാർത്ഥ പിക്ചർ. ഇപ്പൊ തന്നെ രണ്ടുപേരും അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്ന റിപ്പോർട്ടുണ്ട്. മതി മതി, ഗോസിപ്പൊക്കെ ക്യാൻറ്റീനിൽ പോയി ചർച്ച ചെയ്താൽ മതി എല്ലാരും. ഇവിടെ സ്വന്തം ജോലി ചെയ്യാൻ നോക്കെല്ലാരും. സോറി മാം. വാട്ട്സ് ദിസ് നന്ദൻ? കണ്ണിന്റെ കാഴ്ചയൊക്കെ ഫ്യൂസ് അടിച്ചു പോയോ? എവിടേക്കാ ഈ അന്തം വിട്ട് ഓടുന്നേ? അത് മാഡം, ശ്രീലക്ഷ്മിയുടെ ഫോൺ ബൈ മിസ്റ്റേക്ക് എന്റെ കയ്യിൽ വന്ന് പെട്ടു. അത് മടക്കി കൊടുക്കാൻ വേണ്ടി. വെരി ഗുഡ്. ഞാൻ അറിഞ്ഞു ഈ വിവരം. ഇതിനെ ഉർവശി ശാപം ഉപകാരമായിട്ട് കരുതിയാ മതി. ആ, ബൈ ദ വേ, യു സീംസ് വെരി സ്മാർട്ട് നൗ എ ഡേയ്സ്. ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാഡം, ഐ എം ഡൂയിങ് മൈ ലെവൽ ബെസ്റ്റ്. Great! Then keep going with full swing.